മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യുൽപാദനം, റിപ്രൊഡക്ഷൻ എന്നത് കേവലം ജൈവികമായി നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി മാത്രം നടക്കേണ്ടതല്ല, മറിച്ച് അതിനൊരു വ്യവസ്ഥ ഉണ്ടാകണം. വിവാഹത്തിലൂടെയാകണം അത്, കുടുംബജീവിതത്തിലൂടെയാകണം അത്, അവിടെ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണം എന്നത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. ആ വിവാഹത്തിലൂടെ അല്ലാതെയും സന്താനമുണ്ടാകാം. പക്ഷേ വിവാഹത്തിലൂടെയാകുമ്പോഴാണ് സാമൂഹികമായ വ്യവസ്ഥകൾ ശരിയായ ധർമ്മനിഷ്ഠമായ അവസ്ഥയിൽ നിലനിൽക്കുക, അഡ്രസ്സുള്ള ഒരു തലമുറയുണ്ടാവുക, പിതാവ് ആരെന്നത് കൃത്യമായ വ്യക്തമായ ബോധ്യമുള്ള ഒരു തലമുറയുണ്ടാവുക, കുടുംബ സംവിധാനത്തിന് അർത്ഥമുണ്ടാവുക. അതുകൊണ്ട് രണ്ട് സാക്ഷികളുടെ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ പിതാവ് പുരുഷന്റെ കൈപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് നടക്കേണ്ടുന്ന ഒരു ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന നിലക്ക് ഇസ്ലാം വിവാഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു. എന്നാൽ ലിവിങ് ടുഗദർ എന്ന സംസ്കാരം വന്നപ്പോൾ അഡ്രസ് ഇല്ലാത്തൊരു സമൂഹം നിലനിൽക്കുന്ന അവസ്ഥയുണ്ടായി. അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ യുവാക്കൾ ഇല്ലാത്തൊരു സാമൂഹിക അവസ്ഥ വന്നു. ജപ്പാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ന് ആ സാമൂഹിക ദുരന്തമാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. 30 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ അതിൽ താഴെ പ്രായമുള്ള യുവാക്കളായ സൈനിക സേവനത്തിന് രാജ്യത്തിന് ആവശ്യമുള്ള മാനവിക ശേഷിയില്ലാത്ത ദുരന്തമാണ് ലോകത്തെ പുരോഗമന രാഷ്ട്രങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തേ അതിന് കാരണം? വിവാഹമെന്ന പരിശുദ്ധമായ പ്രകൃതിപരമായ ദൈവിക അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥയെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ലിവിങ് ടുഗദർ സംസ്കാരത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് ഈ ദുരന്തം ലോകത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോഴാണ് 2 കുട്ടി ജനിച്ചാൽ ശിക്ഷയെന്ന് പറഞ്ഞിരുന്ന ജയിലിലടച്ചിരുന്ന രാഷ്ട്രങ്ങൾക്ക് രണ്ടാമത്തെ കുട്ടി ജനിച്ചാൽ പാരിതോഷികങ്ങൾ നൽകുന്ന അവസ്ഥയിലേക്ക് മാറി ചിന്തിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ഏത് സാമൂഹിക പ്രശ്നത്തിൻ്റെ മുന്നിലും കൃത്യമായ ഉത്തരം നൽകാൻ സാധിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം അത് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കണം.